ആൾ ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് പാടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം നല്ല ചൂടുണ്ട്, ഗ്രേവിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. സംഭവം നോക്കട്ടെ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z ബ്ലോഗിലേക്ക് ഞായറാഴ്ച എല്ലാവർക്കും സ്വാഗതം. എല്ലാവിടെയും ഭയങ്കര കല്യാണം കാര്യങ്ങൾ തിരക്കായിട്ട് കടകൾ ഫുൾ ഒഴിഞ്ഞിങ്ങനെ കാലിയായി കിടക്കുകയാണ്. അപ്പം നമ്മൾ മട്ടൻ്റെ അടിപൊളി തലയുണ്ട്. തലനെ വെച്ച് നമ്മളൊരു ഫ്രൈയിലാക്കുക. അപ്പോൾ ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല ഒന്നൊന്നര മുഴുത്ത തലയുണ്ട് നമ്മുടെ കൊറ്റൻ്റെയാണ്. അപ്പോൾ കൊറ്റൻ്റെ തല നമ്മൾ പാടാക്കാൻ പോകുന്നു. വടിയിൽ പോകണം. എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഞായറാഴ്ച ഫ്രൈ. ഓക്കെ, കിട്ടുക്കാച്ച സാധനങ്ങളൊക്കെ പോയി. അയ്യോ, ആൾ ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് പാടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കത്തിയൊക്കെ ആക്കിയിട്ട് ഈ മൂർച്ചയൊക്കെ വരുത്തിട്ട് എന്താ ഇത് ഞാൻ എന്ന് പറയില്ല, സാഹസമായിട്ട് സംഭവം നേരെ ആക്കി. ആടാ സംഭവം മൊത്തം വേർതിരിഞ്ഞോട്ടെ. അടിപൊളിയായിരുന്നു. നല്ല കാണാൻ നല്ല ചന്തമില്ല, പശുവിൻ്റെ തല പോലെ. അതവിടെ ഇരിക്കുന്നത് നല്ല അടിപൊളി കൊമ്പാണ്. നോക്കിയാൽ അതവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടത്തലയും തായ് പോലെ ആയിട്ടുണ്ട്. ഈ ലെവലിലായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊന്നും കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് വെട്ടി പീസാക്കിയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെട്ടൽ കേസ് എനിക്ക് വയ്യ. അവനെ കൊണ്ട് തന്നെ വെട്ടാൻ പറയില്ല. ഈ പല്ലൊക്കെ ചിലപ്പോൾ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിക്കുമ്പോൾ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഐഡിയ ഉള്ളവനെ കൊണ്ട് തന്നെ വെട്ടിക്കാം. അപ്പോൾ അവൻ വെട്ടിക്കോട്ടെ. ചെറുത് വെട്ടാം. ഇതാണ് നമ്മുടെ ചെറുത്. ആൾ ചെറിയ ആളാണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. ആൾ ചെറിയ ആളാണ്. അപ്പോൾ ആൾക്കാർക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആളെ കൊണ്ട് തന്നെ വെട്ടിക്കുന്നത്. ഇറച്ചിയിൽ നമ്മൾ കൈ കടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറച്ചി കഴിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ മുട്ടിയിൽ ഇതൊക്കെ പെട്ട് രൂപയിലുണ്ടായി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ ചെറുത് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത്യാവശ്യം പല്ലില്ലാത്ത അമ്മമാർക്കും അച്ഛന്മാർക്കും ആടിൻ്റെ നല്ല അടിപൊളി പല്ലുണ്ട്. ആടിൻ്റെ ചോറ്, തലച്ചോറാണ് കേട്ടോ. മൂള പറഞ്ഞാൽ ചിലവർക്കൊന്നും അറിയില്ല ആ സംഭവം. നമ്മളിങ്ങനെ നാടൻ ഭാഷ തലച്ചോർ. അത് കോഴിമുട്ടയിലിട്ട് പൊരിക്കാം. ഇതാണ് സാധനം കേട്ടോ, തലച്ചോറ്. ഇതിലാണ് മൊത്തം കിടക്കുന്ന സംഭവം സെറ്റ്. അവൻ പൊതിഞ്ഞു കെട്ടി സംഭവം സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് കടയൊക്കെ അടച്ച് പോയതിന് ശേഷം നമ്മുടെ കലാപരിപാടി തുടങ്ങാം. അപ്പോൾ പോയിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ മട്ടൻ്റെ തല നമ്മൾ റെഡിയാക്കാനുള്ള പരിപാടിയാണ്. നമ്മളെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മട്ടൻ്റെ തല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലി കറിവേപ്പില അതെടുത്തിട്ടുണ്ട്, ഒരു 4 മിർച്ചി, അതായത് ഹിന്ദിയിൽ മിർച്ചി എന്ന് പറയും, അതായത് മുളക്, 4 മുളക് എടുത്തിട്ടുണ്ട്. വീണു. അപ്പം നമ്മളിതിനെ എടുത്തിട്ട് ചടചടന്ന് അരിഞ്ഞ് ക്ലിയർ ആക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ചെറുതായിട്ട്. ഇവന്മാരെല്ലാവരും പിത്തനെയാണ്, ഭയങ്കര പ്രശ്നമായിട്ട്. ഓരോരുത്തരും മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പോയിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ അവന്മാരെ കരച്ചിലാണ്. അപ്പം നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, അവരെ നോക്കിയില്ല. ചടപടപടാന്ന് നമ്മൾ അരിയണം കേട്ടോ. അപ്പം ചേട്ടായിമാരെ, നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ. കറിവേപ്പില, മല്ലി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ എങ്ങനെ പറയുക,
നല്ല മൺചട്ടിയിൽ ഇട്ടിട്ട് നമ്മുടെ ആടിൻ്റെ തല അങ്ങോട്ട് ഫ്രൈ ആക്കി ഇങ്ങനെ അങ്ങനെ എടുത്തിട്ട് ഒറ്റ നാക്കല പൊള്ളിക്കും. ഓക്കെ, കഴുകാൻ പോവാണ്. നല്ല സെറ്റായിട്ടുണ്ട് സാധനം. ഭയങ്കര ഗുസ്തിച്ച് നിൽക്കുകയാണ്. നമ്മളപ്പോൾ പിന്നെ വേഗം കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുക്കട്ടെ. ഇതെല്ലാം വന്നിട്ട് ഇടയിൽ കൂടെ വന്നിട്ട് ഇതിൽ കഴുകി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മട്ടൻ്റെ തല. ഇതിലേക്ക് മീറ്റ് മസാല ഇടാൻ പോകും കേട്ടോ. മട്ടൻ മസാല ഇടാൻ പോകും. മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോകണേ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകണേ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്ക് വെക്കാവേ. അപ്പോൾ മിക്സ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി 10 മിനിറ്റ് അവിടെ വെക്കാൻ പോകണം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചട്ടി നമ്മൾ അടിപൊളിയായിട്ട് മൺചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണെ. കുറച്ച് നല്ല വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണ്ടേ. നമ്മൾ കടുകിടാൻ പോകണം കേട്ടോ. പോകണം. ഇതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് എണ്ണയിൽ നന്നായി വേണം കേട്ടോ. നല്ല വെളുത്തുള്ളിൻ്റെ ഇഞ്ചിയൊക്കെ മണം വരുന്നുണ്ട്. കരിയാതെ നല്ല സെറ്റിലാക്കി ഇടണം. അപ്പോൾ ഏകദേശം സുമാർ നല്ല അടിപൊളിയായിട്ട് വഴകിയിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പോകണം. പച്ചമുളക്, നമ്മുടെ മല്ലിയില, കറിവേപ്പില ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് നല്ല മണവും കാര്യങ്ങളൊക്കെ നന്നായി വരുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കാൻ പോകും കേട്ടോ. വല്ല പ്രശ്നം കുറച്ച് മല്ലിപ്പൊടി ഇടുകയാണ് കേട്ടോ. അതിൽ നമ്മൾ അതിലിട്ടതാണ്. എന്നാലും കൂടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് പോകും കേട്ടോ. ഒരു പൊട്ട് മഞ്ഞപ്പൊടി ഇടുകയാണ്. മട്ടൻ്റെ തല സെറ്റാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണേ. ഇങ്ങനെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ നമ്മളിതിനെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകണം. ആവശ്യത്തിന് കുറച്ച് വെള്ളം. ഇത് വേകാൻ പാകത്തിന് കുറച്ച് വെള്ളം സെറ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൺ സെറ്റാക്കി നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവൻ കിടന്ന് നമ്മുടെ അടിപൊളിയായിട്ട് അടുപ്പിൽ കിടന്ന് വേകട്ടെ. അപ്പോൾ നമ്മൾ തട്ട് വെച്ചിട്ട് നമ്മൾ മൂടാൻ പോകണം. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ കറി ഏകദേശം വെന്തുകൊണ്ടിരിക്കണം. നമ്മൾ തുറന്ന് നോക്കാൻ പോകണം കേട്ടോ. എങ്ങനെയുണ്ട് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. നല്ല സെറ്റായി. നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി മണം. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. നമ്മുടെ മട്ടൻ്റെ തലയൊക്കെ നന്നായി വെന്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മട്ടൻ്റെ തല കേട്ടോ. അപ്പോൾ ആൾ കിടന്ന് വേട്ടെ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നമുക്ക് മൂടി വയ്ക്കാം. ആൾ കിടന്ന് വേട്ടെ കേട്ടോ. ടൈം ശരിക്കും പറയട്ടെ, നമ്മുടെ മട്ടൻ്റെ തല റെഡി ആയിട്ടുണ്ട്. പൂളക്കിഴങ്ങും നമ്മുടെ മട്ടൻ്റെ തലയും കൂടി കഴിക്കാനുള്ള പരിപാടി പോവാണ്. ചേട്ടായിമാരെ നമ്മുടെ പൂളക്കിഴങ്ങ് പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മട്ടൻ്റെ തലയും. അപ്പോൾ നമ്മൾ രണ്ടും കൂടി കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പൂളക്കിഴങ്ങ് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പോവാണ് കേട്ടോ. കൂടുതലെടുത്താൽ കഴിക്കില്ല. തൽക്കാലം അതിരിക്കട്ടെ. ഒന്നും കൂടി ഇരിക്കട്ടെ. പിന്നെ മട്ടൻ കറി എനിക്ക് വലിയ ഇഷ്ടമല്ല. എന്നാലും കൂടിയിട്ട് നല്ല ഗ്രേവിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. സംഭവം നോക്കട്ടെ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല മണവും കാര്യങ്ങളെല്ലാം ഉണ്ട്. സംഭവം നന്നായിട്ടുണ്ടെന്ന് മാത്രം അറിയില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പല്ല ഒമ്പോ എല്ലാം നന്നല്ലേ ഇത് കഴിച്ചാ. അപ്പം ഇത് നമ്മൾ കഴിക്കട്ടെ. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. കൊച്ചു
കുറച്ചേ വേണ്ടി നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വേഗം നമ്മൾ കഴിച്ച് ഇതിൻ്റെ പണി കഴിക്കാൻ പോകണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മൾക്കുള്ള അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായങ്ങളോ ചീത്ത അഭിപ്രായം എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കേണ്ടതാണ്. അറിയിക്കുമ്പോൾ മാത്രമേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ. ഇല്ല പറഞ്ഞാൽ ഞാനൊന്നും അറിയില്ല, ഞാൻ വീഡിയോ വിട്ടുകൊണ്ടേയിരിക്കും, ഞാൻ പുകയായി മാറും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വൃത്തിയായിട്ട് ഡീസൻ്റായിട്ട് നമുക്ക് അയച്ചു തരാം. എന്നാൽ പിന്നെ ഇത് കഴിക്കാനുള്ള പരിപാടി കൊണ്ട് ഞാൻ പോകണം. അപ്പോൾ ഓക്കെ, ബൈ.